AK-47 പറഞ്ഞാലും തീരാത്തത്ര കഥകളും ചരിത്രവും പേറി നിൽക്കുന്ന ഒരു അസോൾട്ട് റൈഫിൾ. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഭാവനയെ അല്ലെ മനുഷ്യൻ്റെ മനസ്സിനെ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരു ആയുധം മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞാനങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു സാധാരണക്കാരനോട് അയാൾക്കറിയാവുന്ന ഏറ്റവും മികച്ച തോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ AK-47 പേര് പറയും. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ തോക്കുകളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ തോക്ക് നിർമ്മാതാക്കളെ പ്രത്യേകിച്ച് ഗൺ ഡിസൈനേഴ്സിനെ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള വേറൊരു തോക്കുണ്ടാകാൻ സാധ്യതയില്ല. അതായത് AK-47 ഡിസൈനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ AK-47 ഡിസൈനെ കോപ്പി അടിച്ചുകൊണ്ട് അതുമല്ലെങ്കിൽ AK-47 ഡിസൈൻ ഒഫീഷ്യലി പ്രൊക്യൂർ ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട തോക്കുകളുടെ പേര് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ 1 മണിക്കൂർ നിങ്ങളുള്ളൊരു വീഡിയോയും മതിയാകത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം തോക്കുകൾ AK-47 ഡിസൈൻ ഫോളോ ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം AK-47 സിംപിളിസിറ്റിയാണ്. സിംപിളിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപയോഗിക്കാനുള്ള ഈസിനെസ്, അതായത് വളരെ എളുപ്പത്തിൽ ആർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. തന്നെയല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് മെയിൻ്റെനൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. തന്നെയല്ല AK-47 നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അത് നമ്മുടെ FIR എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊന്നും ഈ ടാപ്പിൻ്റെ വാൽവ് കൊടുത്തിട്ട് സാധനം കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്തോ നോട്ടോ റിവൈവിങ് നോട്ടെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് ഇത് AK-47 പാർട്ടാണ്. ആ ഡയലോഗ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതായത് സായിപ്പ് തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചിട്ടും സാധിക്കാത്ത ഒരു കാര്യമാണോ ഒരു പാതിരി ഒരു ലെയ്ത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ അവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് AK-47 എന്ന് പറഞ്ഞാൽ റഷ്യൻ മെറ്റലർജിയും എഞ്ചിനീയറിങ്ങും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുണ്ടാക്കി അങ്ങേയറ്റം കോംപ്ലക്സ് ആയ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ AK-47 അങ്ങനെയൊന്നുമല്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള തോക്കാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ ഇല്ലീഗലായിട്ട് തോക്കുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അവിടെയുള്ള നാടൻ ഇരുമ്പുപണിക്കാർ, നാടൻ കൊല്ലന്മാരാണ് ഇത് ചെയ്യുന്നത്. അത് ഇവർ നമ്മുടെ എൻഫീൽഡ് 303 തൊട്ട് ഒരുമാതിരി ലോകത്തുള്ള ഏതാണ്ട് തോക്കുകൾ എല്ലാം തന്നെ ഉണ്ടാക്കും. അതായത് ഇപ്പം കോൾട്ട് പൈത്തണോ ബ്രൗണിങ് ഹൈപ്പോറോ അങ്ങനെ ഏത് തരത്തിലുള്ള തോക്കും അവർ നിർമ്മിക്കുക. അതായത് കൈത്തോക്കിൽ തുടങ്ങി അങ്ങേറ്റത്തെ മെഷീൻ ഗണ്ണ് വരെ അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത്തരത്തിൽ ഈ പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെടുന്ന ഈ തോക്കുകൾ അറിയപ്പെടുന്നത് ഖൈബർ പാസ് കോപ്പി എന്നാണ്. ഖൈബർ പാസ് കോപ്പി. അപ്പോൾ ഈ AK-47 ഒരു ഖൈബർ പാസ് കോപ്പി ഉണ്ട്. അത് അറിയപ്പെടുന്നത് ഖൈബർ പാസ് AK എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത് നിർമ്മിക്കാൻ ഇത്ര എളുപ്പമായതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഈ AK-47 ഡിസൈൻ ഫോളോ ചെയ്തുകൊണ്ട് അത് ഒഫീഷ്യലി അൺഒഫീഷ്യലി ഒക്കെ അത് കോപ്പി അടിച്ചുകൊണ്ട് ഇത്രയധികം തോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ AK-47 ഡിസൈൻ ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ AK-47 ഡിസൈൻ കോപ്പി അടിച്ചുകൊണ്ട് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തോക്കുകൾ വെച്ച് ഏറ്റവും മികച്ച തോക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഒരുപക്ഷെ പലരും കണക്കാക്കുന്നത് AK-47 മികച്ച AK-47 ആണെന്നാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഗലീൽ അസോൾട്ട് റൈഫിളിനെ കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ സ്വന്തം ഗലീൽ അസോൾട്ട് റൈഫിൾ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഐഫോൺ ഗിവ് അവയെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഐഫോൺ ഗിവ് അവയെ കുറിച്ച് പറയുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അതായത് ഡിസംബർ 24 കൊണ്ട് നമ്മുടെ ഗിവ് അവേ അവസാനിക്കും. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗിവ് അവേ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ബ്രാൻഡ് ന്യൂ iPhone 15 ഫോണാണ്. iPhone 15 മാത്രമല്ല, അതിനൊപ്പം ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, പിന്നെ 3 സ്മാർട്ട് വാച്ചുകൾ, 5 ബ്ലൂടൂത്ത് ഇയർബഡ്സുകൾ, ഇതിനെല്ലാം പുറമെ 10 സർപ്രൈസ് ഗിഫ്റ്റുകൾ, അങ്ങനെ 20 ഗിഫ്റ്റുകളാണ് നമ്മൾ ഈ ഗിവ് അവേയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റുകൾ പോസ്റ്റലായിട്ടൊന്നും അയച്ചു കൊടുക്കില്ല. പ്രാവശ്യം ഞാൻ നേരിട്ടാണ് ഗിഫ്റ്റുകൾ നൽകാൻ പോകുന്നത്. അതായത് ഗിവ് അവേയിൽ വിജയിച്ച എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത് ആ പാർട്ടിയിൽ വെച്ചായിരിക്കും നമ്മൾ ഈ ഗിഫ്റ്റുകൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ടാസ്ക് വളരെ സിമ്പിളാണ്. നമ്മുടെ ജനാലകൾ എന്ന പുസ്തകത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജനാലകൾ എന്നുള്ള പുസ്തകം ആമസോണിൽ അവൈലബിൾ ആണ്. വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെയോ ആമസോണിൽ നിന്ന് ജനാലകൾ എന്ന പുസ്തകം വാങ്ങുന്നതോടുകൂടി നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാവും. ഇനി ആമസോണിൽ നിന്ന് വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക്, അതായത് 9870207405, ഇതൊരു വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും വാട്സപ്പ് അയച്ചാൽ മതി. നമ്മളുടെ സെല്ലർ നിങ്ങൾക്ക് ബുക്ക് നേരിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മറ്റും നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഗിവ് അവേ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ചിലർക്കൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള എല്ലാവരും ക്ഷമിക്കുക. ഇന്നത്തെ കാലത്ത് ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ വേറൊരു മാർഗ്ഗം എൻ്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസോ മനോരമ ചാനലോ ഒന്നും വന്ന് അഡ്വർടൈസ് ചെയ്യത്തില്ലോ. അത് തന്നെയല്ല, ബുക്ക് വായിക്കുന്നവരുടെ എണ്ണം ഇന്ന് ലോകത്ത് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസത്തോടെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളവർ ഈ ആഴ്ച കൂടെ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഡിസംബർ 24 മുമ്പായി നമ്മുടെ ജനാലകൾ എന്ന പുസ്തകം വാങ്ങുക. അങ്ങനെ ഈ ഗിവ് അവേയിൽ പങ്കെടുത്ത് ഈ ഗിവ് അവേ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്.
IMI ഗലീൽ. അപ്പോൾ ഈ ഗലീൽ എന്ന് പറയുന്ന അസോൾട്ട് റൈഫിളിന് ഏതാണ്ട് ഇസ്രയേലിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. അത് നമുക്കറിയാം, ഇസ്രയേൽ ഉണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കാൻ അവർ നിരന്തരമായിട്ട് പല യുദ്ധങ്ങളിലും ഏർപ്പെടേണ്ടതായിട്ട് വന്നൊരു രാജ്യമാണ്. അതായത് 1948 മുതൽ പല യുദ്ധങ്ങളിലൂടെ കടന്നാണ് ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആദ്യ കാലത്ത് ഇസ്രയേൽ നടത്തിയ യുദ്ധങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ പങ്കെടുത്ത ഇസ്രയേലി സൈനികരെ ഭൂരിപക്ഷവും വളരെ മികച്ച സൈനിക പരിശീലനം ലഭിച്ച ആൾക്കാരൊന്നുമല്ല. സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സിവിലിയൻസ് ആയിരുന്നു ഭൂരിപക്ഷം സൈനികർ. അപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ഈ സൈനികരെ കുറിച്ചല്ല, എൻ്റെ വിഷയം തോക്കുകളാണ്. അപ്പോൾ ഈ ആദ്യകാല യുദ്ധങ്ങളൊക്കെ 1948 നടന്ന യുദ്ധങ്ങളിലൊക്കെ ഇസ്രയേൽ ഉപയോഗിച്ച തോക്കുകൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ഏകീകരണം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന കാര്യമേ കാണാൻ കഴിയത്തില്ല. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ അസോൾട്ട് റൈഫിൾ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ബാറ്റിൽ റൈഫിൾ എന്ന് പറയുന്ന കാര്യം ആ സമയത്ത് ഇസ്രയേലിൻ്റെ സൈന്യത്തിൽ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് പലതരത്തിലുള്ള തോക്കുകൾ, അതായത് ബ്രൺ ഗണ്ണ്, സ്റ്റെൻ ഗണ്ണ്, തോംസൺസ് സബ്മെഷീൻ ഗണ്ണ്, ലീ എൻഫീൽഡ് തോക്കുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സെക്കൻഡ് വേൾഡ് വാറിൽ വേണ്ടി പല രാജ്യങ്ങളും നിർമ്മിച്ച പലതരത്തിലുള്ള തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ യുദ്ധത്തിന് പോകുന്നത്. അത് കഴിഞ്ഞ് കാലം കുറച്ചുകൂടി മുന്നോട്ട് ചെയ്യാൻ 1954 വിസ്രയേലിൻ്റെ വിഖ്യാതമായ ഊസി എന്ന് പറയുന്ന ഊസി സബ്മെഷീൻ ഗണ്ണ് നിലവിൽ വരുന്നത്. അപ്പം കാലം കുറച്ചുകൂടി മുന്നോട്ട് പിന്നെ 1960-67 ഒക്കെ ആയപ്പോഴാണ് അടുത്ത യുദ്ധം 6 ഡേയ്സ് വാർ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിലാണ് ആദ്യമായിട്ട് ഇസ്രയേലിൻ്റെ സൈന്യത്തിലൊരു ആയുധങ്ങളുടെ തോക്കുകളുടെ കാര്യത്തിൽ ഒരു ഏകീകരണം വരുന്നത്. അതായത് അവിടെ ഉസി സബ്മെഷീൻ ഗണ്ണുണ്ട്, അതുകൂടാതെ FN-FAL എന്ന് പറയുന്ന റൈഫിൾ, ബാറ്റിൽ റൈഫിൾ, ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ബാറ്റിൽ റൈഫിളായിട്ട് ഇസ്രയേലി ആർമി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ FN-FAL എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു തോക്കാണ്. വളരെ മികച്ച തോക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ഒരു ബെൽജിയൻ മെയ്ഡ് ബാറ്റിൽ റൈഫിളാണ്. വളരെ മികച്ച ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉള്ള, ഒരുപാട് ബാറ്റിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു റൈഫിളാണ്. പക്ഷേ ഈ തോക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തോക്ക് നിർമ്മിച്ചത് യൂറോപ്പിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ ടോപ്പോഗ്രഫിയും അവിടുത്തെ കാലാവസ്ഥയും അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധ സാഹചര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ബാറ്റിൽ റൈഫിളാണ്. ആ റൈഫിളുമായിട്ട് ഇസ്രയേൽ എങ്ങോട്ടാണ് യുദ്ധത്തിന് പോയ മരുഭൂമിയുടെ നടുക്കോട്ട്. അവിടെ ചെന്നതോടുകൂടി ഈ തോക്കിൻ്റെ വിധം മാറി. അതായത് ഈ മരുഭൂമിയിലെ പൊടിയും മണലും എല്ലാം കൂടി ഈ തോക്കിനകത്ത് കയറി തോക്ക് ജാം ആകാൻ തുടങ്ങി, തോക്ക് മാൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി, ആകെപ്പാടെ പ്രശ്നമായി. മറുവശത്താണെങ്കിൽ ഈജിപ്തിൻ്റെയും സിറിയയുടെയും പട്ടാളക്കാർ തുരുതുര ഇങ്ങോട്ട് വെടിവെക്കാണ്. അവരുടെ ഇരിക്കുന്ന AK-47 ആണ്. അതിന് മണലും പൊടിയൊന്നും യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അങ്ങോട്ട് യുദ്ധം മുറുകി കഴിഞ്ഞപ്പോഴും പല ഇസ്രയേലി പട്ടാളക്കാരും അവർക്ക് വീണ് കിട്ടിയതും അടിച്ചു മാറ്റിയത് AK-47 എടുത്ത് അങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ AK-47 കിട്ടിയ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവനേതാണ്ട് മാരുതി കാറിൽ നിന്ന് കയറി BMW ഇരുന്ന ഒരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിലുടനീളം ഇസ്രയേൽ ഈജിപ്തിൻ്റെയിൽ നിന്നും സിറിയയിൽ നിന്നും ധാരാളം AK-47 പിടിച്ചെടുത്തു. ഒടുവിൽ 6 ദിവസം യുദ്ധം അവസാനിക്കുന്നു. യുദ്ധം അവസാനിച്ച് തിരിച്ചു വന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥർ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് വെച്ച ഒരേ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ AK-47 അവരുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ബാറ്റിൽ റൈഫിളാക്കി മാറ്റണമെന്നാണ്. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. അപ്പോൾ ഇസ്രയേൽ ആഗ്രഹിച്ചാൽ പോലും ഇതുപോലെ ഐക്കോണിക്കായ ഒരു റഷ്യൻ അല്ലെ ഒരു സോവിയറ്റ് ഫയർ ആം ഉപയോഗിക്കാൻ അമേരിക്ക അവരെ സമ്മതിക്കത്തില്ല. ഇനി അമേരിക്ക സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഒരു സമയത്ത് അത് ഈ 60കളിലൊക്കെ റഷ്യ ഒരു തരത്തിലും അല്ലെ സോവിയറ്റ് യൂണിയൻ ഒരു തരത്തിലും ഇസ്രയേലിന് ഈ AK-47 എന്ന് പറയുന്ന സാധനം ഒഫീഷ്യലി കൊടുക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഇസ്രയേലിന് അതൊന്നും ഒരിക്കലും പിന്മാറാൻ സാധിക്കത്തില്ലെന്ന്. കാരണം പട്ടാളക്കാർക്ക് ഈ AK-47 എന്ന് പറയുന്ന സാധനം അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതായത് സ്പൈഡർമാൻ്റെ ബാഗ് തന്നില്ലെങ്കിൽ സ്കൂളിൽ പോകത്തില്ലെന്ന് പിള്ളേർ പറയുന്ന പോലെ ഈ AK-47 കിട്ടിയില്ല, ഇനി ഞങ്ങൾ യുദ്ധത്തിന് പോകത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലായി പട്ടാളക്കാർ. അതോടുകൂടി ഇസ്രയേലി ഗവൺമെൻറ് സ്വന്തമായിട്ട് അവരുടെ സ്വന്തം AK-47 അങ്ങ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രയേലി ഗവൺമെൻറ് ഈ ചുമതല, ഈ പുതിയ തോക്ക് നിർമ്മിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് IMI ഇസ്രയേലി മിലിറ്ററി ഇൻഡസ്ട്രീസിനെയാണ്. അവർ ഈ തോക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പുള്ളിയെ കണ്ടുപിടിച്ചു. ഇങ്ങനത്തെ പേരാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതായത് ഇസ്രയേൽ ബലാഷ്നിക്കോവ് എന്നാണ് പുള്ളിയുടെ പേര്. ഇസ്രയേൽ ബലാഷ്നിക്കോവ്. അതായത് ലോകത്തുള്ള പല രാജ്യങ്ങളും ഈ AK-47 ഡിസൈൻ അതേപടി കോപ്പി അടിച്ച് പല തോക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയുടെ Type 56 കാര്യമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇസ്രയേൽ AK-47 ഡിസൈൻ മാത്രമല്ല, അത് ഡിസൈൻ ചെയ്ത ആളെ വരെയും കോപ്പി അടിച്ചു. ഡിസൈൻ ചെയ്ത ആളുടെ പേരും അതുപടിയും കോപ്പി അടിച്ചു. അതാണ് ഇസ്രയേൽ. അപ്പോൾ നമ്മുടെ ബലാഷ്നിക്കോവ് ഇസ്രയേലിൻ്റെ ആവശ്യപ്രകാരം ഇതിൻ്റെ ഡിസൈനിങ് കൊണ്ട് ആരംഭിച്ചു. പുള്ളി ഡിസൈൻ ചെയ്യാൻ വേണ്ടി അടിസ്ഥാനപ്പെടുത്തിയത് ഇസ്രയേലുകാർ ഈ 6 ഡേയ്സ് വാറിൽ പിടിച്ചെടുത്തുകൊണ്ടുവന്ന AK-47 ഒക്കെ അഴിച്ചു പറിക്കുകയാണ് പുള്ളി ഡിസൈനിങ് ആദ്യം കൊണ്ട് തുടങ്ങിയത്. പക്ഷേ അതുകൊണ്ടും പുള്ളിയുടെ പൊടിയിൽ കാര്യങ്ങൾ നിൽക്കാമെന്ന് വെച്ചാൽ ഇസ്രയേലിന് വേണ്ടിയിരുന്ന ഒരു AK-47 കോപ്പി ആയിരുന്നില്ല. AK-47 പോലെ പെർഫോം ചെയ്യുന്ന AK-47 മികച്ച ഒരു AK-47 ആയിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ബലാഷ്നിക്കോവ് എന്ത് ചോദിച്ചാൽ AK-47 ഫിൻലാൻഡ് വേരിയൻ്റ് ഉണ്ട്, ഫിന്നിഷ് കോപ്പി. അതായത് RK-62 എന്നാണ് അറിയപ്പെടുന്നത്. ഈ RK-62 ബ്ലൂ പ്രിന്റ് കൊണ്ടുണ്ട്. അത് വെച്ചാണ് പിന്നെ ഞങ്ങൾ ഡിസൈൻ നടത്തിയത്. അതായത് ഈ ഗലീലിനെ കുറിച്ച് പറയുന്ന ഗലീലിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ച ആദ്യ വേരിയൻറ്റുകൾ, ആദ്യം ബാച്ചൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേന് അതിൽ RK-62 റിസീവറൊക്കെ അതേപടി അങ്ങ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ RK-62 റിസീവർ ഉപയോഗിച്ചുകൊണ്ട് ആ റിസീവറിലാണ് ഈ ഗലീലിൻ്റെ ആദ്യ ബാച്ചുകളൊക്കെ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇസ്രയേൽ ആവശ്യപ്പെട്ടത് AK-47 കോപ്പിയല്ല, AK-47 മികച്ച ഒരു തോക്കാണ്. അപ്പോൾ AK-47 മികച്ച തോക്കെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് AK-47 കാര്യം മരുഭൂമിയിലൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് എല്ലാ കാര്യങ്ങളിലൊക്കെ റെഡിയാണ്. പക്ഷേ FN-FAലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഈ AK-47 ഇല്ലാത്ത
2 ഗുണങ്ങൾ ഈ FAL-നുണ്ട്. അതായത് ഈ FAL-ൻ്റെ ആക്യുറസി AK-47 വളരെ മികച്ചാണ്. FAL-ൻ്റെ മാത്രമല്ല, ആ സമയമൊക്കെ ആയപ്പോൾ ഈ ഗലീലിൻ്റെ ഡിസൈനിങ് ഒക്കെ ആരംഭിച്ചപ്പോഴത്തേക്കിന് M16 തോക്കൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞു. M16-ഉം AK-47-ഉമായിട്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഈ M16-ൻ്റെയും ആക്യുറസി AK-47 കൂടുതലാണ്. അതിന് കാരണം ഇതിൻ്റെയൊക്കെ ബാരൽ ലെങ്ത് ആണ്. അതായത് ഒരു FAL-ൻ്റെ ബാരൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 21 ഇഞ്ചാണ്. അതിപ്പോൾ M16-ലേക്ക് വരുമ്പോഴത്തേക്കും അത് 20 ഇഞ്ചാവും. പക്ഷേ AK-47 ബാരൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16 ഇഞ്ച് മാത്രമേ ഉള്ളൂ. 16 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 16.3 ഇഞ്ചോ അങ്ങനെ ഒരു ലെങ്താണ് AK-47 ഉള്ളത്. ആ ഒരു വ്യത്യാസം, അതായത് 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചോളം ബാരൽ ലെങ്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഈ ആക്യുറസി പ്രോബ്ലം അവിടെ വരുന്നത്. അപ്പോൾ ഈ ആക്യുറസി പ്രോബ്ലം പരിഹരിച്ചുകൊണ്ട് എന്നാൽ AK-47 പോലെ റിലയബിൾ ആയിട്ടുള്ള അതുപോലെ പെർഫോം ചെയ്യുന്ന തോക്ക് നിർമ്മിക്കാനാണ് IMA ഇസ്രായേൽ ഏൽപ്പിക്കുന്നത്. അപ്പം ബലാഷ്നിക്കോവ് ഈ പറഞ്ഞ പോലെ AK-47 ബാരൽ ലെങ്ത് കൂടിയ വേരിയൻ്റ് ഒക്കെ ഉണ്ടാക്കി. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ AK-47-ലേക്ക് 20 ഇഞ്ച് അല്ലെങ്കിൽ 21 ഇഞ്ച് നീളമുള്ള ബാരൽ വരുമ്പോഴത്തേന് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അത് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇവിടെ പല കോമ്പിനേഷൻസുകൾ ഉപയോഗിച്ച് ബാരലിൻ്റെ ലെങ്ത് ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് കൊണ്ടുവന്നു. അതായത് ഗലീലിൻ്റെ ബാരൽ ലെങ്ത് 18 ഇഞ്ചസ് ആണ്. AK-47 ചെറുതുമല്ല, എന്നാൽ FAL പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിലും കൂടിയൊരു ബാരൽ ലെങ്ത് ഇല്ലതാണ്. അതോടെ അവിടെ ആ ആക്യുറസി പ്രോബ്ലം വളരെ സക്സസ്ഫുള്ളി പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ബലാഷ്നിക്കോവിന് സാധിച്ചു. പിന്നെ സ്വാഭാവികമായിട്ട് ഈ AK-47 ഉപയോഗിക്കുന്ന ആ ബുള്ളറ്റ്, അതായത് M43 റഷ്യൻ ഷോട്ട്, ഇത് ഒരു കാരണവശാലും ഇസ്രായേലിന് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് സാധനം കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ കോപ്പി ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ തന്നെ അത് ഭാവിയിൽ ഇസ്രായേലിന് പ്രശ്നമായിട്ട് മാറും. അതായത് ഇസ്രായേൽ നമ്മൾ പറഞ്ഞല്ലോ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു ബുള്ളറ്റ് അല്ല നേറ്റോ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലത്. അങ്ങനെ നേറ്റോ രാജ്യങ്ങളോട് കൂട്ടുചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് FAL പോലൊരു തോക്ക് അവരുടെ കൈ വന്നത് തന്നെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അമേരിക്ക ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കാറ്ററേജ് ആയിട്ടുള്ള 556 നേറ്റോ ഈ തോക്കിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 556 നേറ്റോ എന്ന് പറയുന്നത് M16-ൻ്റെ കാർട്രിഡ്ജ് ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അതായത് AK-74-ൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. AK-74 എന്ന് പറയുന്ന ആ തോക്കുണ്ടാകുന്ന അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ M16-ൻ്റെ ബുള്ളറ്റ് ഫയർ ചെയ്യാൻ പറ്റുന്ന AK-47 എന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ AK-74 എന്ന് പറയുന്ന തോക്കിനെ കുറിച്ചും അതിൽ ഉപയോഗിച്ചാൽ പറ്റുന്ന പോയിസൺ ബുള്ളറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അത് AK-74-ൻ്റെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആലോചിക്കുന്നതിനും ഏതാണ്ട് 2 വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ ആ ഐഡിയ റഷ്യക്കാർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ കോപ്പി അടിച്ചു എന്നല്ല, ഒരേപോലെയുള്ള സാഹചര്യങ്ങൾ 2 രാജ്യങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ അവരതിന് പരിഹാരമായിട്ട് സമാനമായ സൊല്യൂഷനുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാരലിനും ബുള്ളറ്റിനും മാത്രമല്ല AK-47 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഗലീലിൻ്റെ നിർമ്മാണ നിലവാരം, ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതാണ്. അതായത് AK-47 നിർമ്മാണത്തിൽ റഷ്യ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളരെ ചീപ്പായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു റിലയബിൾ അസോൾട്ട് റൈഫിൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ AK-47 പാർട്സുകളൊക്കെ ഷീറ്റ് മെറ്റലിൽ സ്റ്റാമ്പ് ചെയ്ത് അങ്ങ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗലീലിലേക്ക് വരുമ്പോഴത്തേന് ഈ AK-47 നിർമ്മിക്കുന്ന പോലെ ഷീറ്റ് മെറ്റലിൽ സ്റ്റാമ്പ് ചെയ്യല്ല ചെയ്ത് ഒരു ബ്ലോക്ക് മെറ്റൽ മില്ല് ചെയ്താണ് ഇതിൻ്റെ റിസീവറും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ AK-47 ആദ്യം ഡിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേന് ഈ ബ്ലോക്ക് മെറ്റൽ മില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെ അവർ അപ്ലൈ ചെയ്ത് നോക്കുക. പക്ഷേ ഈ ബ്ലോക്ക് മെറ്റലിൽ കാര്യങ്ങൾ മില്ല് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സമയം എടുക്കുന്ന പരിപാടിയാണ്, അതുപോലെ വളരെയധികം ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു AK-47 നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ ഈ AK-47 കോസ്റ്റ് സാധാരണ AK-47 3-4 മടങ്ങൊക്കെ വർദ്ധിക്കും. പക്ഷേ ഇസ്രായേലിനതൊന്നും പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു തോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലോക്ക് മെറ്റൽ മില്ലിംഗ് ഒക്കെ നടത്തി വളരെ സമയമെടുത്ത് വളരെ സസൂക്ഷ്മമാണ് ഈ ഗലീൽ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇത് നിർമ്മിച്ചത് AK-47 ഡിസൈൻ ഫോളോ ചെയ്തുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ AK-47 ഡിസൈൻ ഫോളോ ചെയ്ത് നിർമ്മിച്ച തോക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഗലീൽ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് AK-47 കോപ്പി അടിച്ചുണ്ടാക്കിയൊരു തോക്കാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈനാണ് ഗലീലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗലീലിൻ്റെ റെക്റ്റാങ്കുലർ വുഡൻ ഗ്രിപ്പ്, അതുപോലെ അതിൻ്റെ ചാർജിങ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ അത് ചാർജിങ് ഹാൻഡിൽ ഏതാണ്ട് AK-47 പോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. പക്ഷേ അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അത് അതിൻ്റെ കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർക്കും റൈറ്റ് ഹാൻഡർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ അപ്വേർഡ് പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു ചാർജിങ് ഹാൻഡിലൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേനും AK-47 സമാനമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. അതായത് ഫയർ സെലക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ മാഗസിൻ്റെ ഷേപ്പ്, ഇതൊക്കെ AK-47 അതേപടി കടമെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഓവർ പ്രാക്ടിക്കലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോകത്ത് ഇതുവരെ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു തോക്കിലും കാണാത്ത പല ഫീച്ചേഴ്സും ഈ ഗലീലിലുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ബോട്ടിൽ ഓപ്പണർ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരേ ഒരു തോക്ക് ഒരു പക്ഷേ ഗലീലായിരിക്കും. അതന്നെ പോലെ ഇതിൽ വയർ കട്ടറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബൈപോഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ FAL കാണുന്ന രീതിയിലുള്ളൊരു ക്യാരിങ് ഹാൻഡിൽ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് അങ്ങേയറ്റം ഒരു അസോൾട്ട് റൈഫിളിൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള കുറേ ഘടകങ്ങൾ കൂടെ ഇസ്രായേൽ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പല ഉപയോഗങ്ങളും ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര ആവശ്യമുള്ള കാര്യമില്ല. അങ്ങനെ ആ ആവശ്യമുള്ളതായിരുന്നെങ്കിൽ ഇതുപോലെ ബോട്ടിൽ ഓപ്പണറും അല്ലെങ്കിൽ വയർ കട്ടറും ഒക്കെ പിന്നീട് വന്ന പല തോക്കുകളിലും പല രാജ്യങ്ങളും ആഡ് ചെയ്തേനും. അതൊന്നും ഒരു രാജ്യവും ഫോളോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇതൊന്നും ഒരു തോക്കിൽ ആവശ്യമുള്ള ഘടകങ്ങളല്ല എന്നാണ്.
അപ്പോൾ ഇനിഷ്യലി ഗലീലിൻ്റെ 3 വേരിയൻറ്റുകളാണ് പ്രൊഡക്ഷനിലേക്ക് വന്നത്. അതായത് ഒന്നാമത്തെ വേരിയൻ്റ് അറിയപ്പെടുന്നത് ഗലീൽ ARM എന്നാണ്. ARM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് റൈഫിൾ മെഷീൻ ഗൺ എന്നാണ്. ഇതിലാണ് ഈ പറഞ്ഞ ബോട്ടിൽ ഓപ്പണറും വയർ കട്ടറും ബൈപ്പോഡും അതുപോലെ ഈ ക്യാരിങ് ഹാൻഡിലും എല്ലാം ഉള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ഗലീൽ എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തെ വേരിയൻ്റ് അറിയപ്പെടുന്നത് ഗലീൽ AR എന്നാണ്. ഇവിടെ AR ഉള്ളൂ, അതായത് ഓട്ടോമാറ്റിക് റൈഫിൾ. ഇതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആർഭാടങ്ങളൊന്നും തന്നെയില്ല, ബോട്ടിൽ ഓപ്പണറോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു അസോൾട്ട് റൈഫിൾ. പ്രാക്ടിക്കൽ എലമെൻ്റായിട്ട് എടുത്തു പറയാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഈ തോക്കിലുള്ളൂ, അതായത് ഒരു ഫോൾഡബിൾ സ്റ്റോക്ക് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ വേരിയൻ്റ് അറിയപ്പെടുന്നത് ഗലീൽ SAR എന്നാണ്. അത് ഷോർട്ട് ഓട്ടോമാറ്റിക് റൈഫിൾ. ഇത് ബാരൽ ലെങ്ത് കുറഞ്ഞ ഒരു ഗലീൽ വേരിയൻ്റാണ്. ബാരൽ ലെങ്ത് കുറഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ ഗലീലിനേക്കാൾ ഏതാണ്ട് ഒരു 5 ഇഞ്ചോളം ബാരൽ ലെങ്ത് ഇവിടെ കുറവാണ്. അങ്ങനെയുണ്ട് 1971 നമ്മുടെ ബലാഷ്നിക്കോവ് ഈ തോക്കിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ ലോകത്തൊരു ഗവൺമെൻറ്റും അതുവരെ നേരിട്ടാത്ത ഒരു പ്രശ്നം ഈ തോക്ക് ഇസ്രായേലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ തോക്കിന് എന്ത് പേര് കൊടുക്കുന്നുള്ളതാണ് ആ പ്രശ്നം. പേരിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുവരെ ഇസ്രായേൽ ഫോളോ ചെയ്തുകൊണ്ടുവന്നതിൻ്റെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ നിർമ്മിച്ച ആളുടെ പേരിൽ നിന്ന്, ആ ഡിസൈൻ ചെയ്ത ആളുടെ ഡിസൈനറുടെ പേരിൽ നിന്നും ചില എലമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഒരു പേര് തോക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ തോക്കിൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചത് ഡിസൈൻ ചെയ്ത ബലാഷ്നിക്കോവിൻ്റെ പേര് ഈ തോക്കിന് കൊടുക്കണം എന്നാണ്. പക്ഷേ ഈ ബലാഷ്നിക്കോ എന്നുള്ള പേരെടുത്ത് ഈ തോക്കിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബലാഷ്നിക്കോ 72 അല്ലെങ്കിൽ ബലാഷ്നിക്കോ 71 എന്നൊക്കെ പേര് ഈ തോക്കിന് കൊടുക്കുകയാണെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം അപമാനമായിരിക്കും. അതായത് AK-47 ഡിസൈൻ കോപ്പി അടിച്ചെന്ന് മാത്രമല്ല, ഞങ്ങൾ ആ ഡിസൈൻ കോപ്പി അടിച്ചെന്ന് ലോകത്തോട് വിളിച്ച് പറയുന്ന പോലെയാകും ഈ തോക്കിന് ബലാഷ്നിക്കോ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ. അതായത് കലാഷ്നിക്കോ ബലാഷ്നിക്കോ, അതായത് നമ്മുടെ മമ്മൂക്കായ പണ്ട് വീരപ്പൻ്റെ മീശയൊക്കെ വെച്ച് കാട്ടുകളിലും കോരപ്പനായിട്ട് വന്നൊരു സംഭവം ഉണ്ടല്ലോ, ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയാവും ഈ തോക്കിന് ബലാഷ്നിക്കോ എന്നങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇസ്രായേൽ ഗവൺമെൻറ് ആകെപ്പാടെ പ്രശ്നത്തിലായി. അതായത് അവരൊരു മികച്ച തോക്കൊക്കെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ കിട്ടി, പക്ഷേ പേരിടാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ ഈ ബലാഷ്നിക്കോവ് തന്നെ വന്നു. അദ്ദേഹം വന്നിട്ട് എൻ്റെ പേരാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനൊരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഈ പേരങ്ങ് മാറ്റിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഇസ്രായേൽ ബലാഷ്നിക്കോവ് എന്ന സ്വന്തം പേര് മാറ്റി അത് ഇസ്രായേൽ ഗലീലി എന്നാക്കി. അതോടെ ഇസ്രായേൽ ഗവൺമെൻറ് ഹാപ്പിയായി. അവർ ആ ഗലീലി എന്നുള്ള പേരൊന്ന് മോഡിഫൈ ചെയ്ത് ഗലീൽ എന്നാക്കി. അങ്ങനെ 1971 ഇസ്രായേലിൻ്റെ സ്വന്തം അസോൾട്ട് റൈഫിളായ IMI ഗലീൽ പുറത്തിറങ്ങി. പക്ഷേ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് AK-47 മികച്ച ഒരു AK-47 ഗലീലിനെ ഇസ്രായേൽ സൃഷ്ടിച്ചെടുത്തെങ്കിലും ഈ തോക്ക് ഒരു കാലത്തും അവർ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിളായിട്ട് ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതായത് പറഞ്ഞു വരികയാണെങ്കിൽ ഇസ്രായേൽ ഈ ഗലീൽ എന്ന് പറയുന്ന തോക്ക് ഒഫീഷ്യലി ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. അതിന് കാരണം ഈ ഗലീൽ ഒരു മോശം തോക്കായതുകൊണ്ടല്ല, ഗലീൽ വളരെ മികച്ചൊരു തോക്ക് തന്നെയാണ്. കാരണം മെറ്റ് ചിലതാണ്. അതായത് നമ്മൾ പറഞ്ഞു 1971 ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയായി. 1972 ആയപ്പോൾ ഇസ്രായേലിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. പക്ഷേ പ്രൊഡക്ഷൻ കൊണ്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ലെവലിലേക്ക് വരുന്നതിന് വളരെ മുമ്പ് തന്നെ യോം കിപ്പൂർ വാർ പൊട്ടിപ്പുറപ്പെട്ടു. അത് 1973. അതോടുകൂടി ഇസ്രായേൽ ഈ പറഞ്ഞ ഗലീലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിട്ട് പഴയ FN-FAലും എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയി. ആ യുദ്ധം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ഇസ്രായേൽ വീണ്ടും ഗലീലിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേന് അമേരിക്കക്കാർ ഒരു ഓഫറുമായിട്ട് വന്നു. അതായത് ഈ സമയമായപ്പോൾ ഈ 1975 ആയപ്പോൾ നമ്മുടെ വിയറ്റ്നാം വാർ അവസാനിച്ചു. അപ്പോൾ ഈ വിയറ്റ്നാം വാറിൽ ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്ക വളരെയധികം എണ്ണം M16 തോക്കുകൾ അങ്ങനെ ഉണ്ടാക്കി പല വെയർ ഹൗസുകളിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിച്ചതോടെ ഈ തോക്കുകൾക്ക് യാതൊരു ഉപയോഗമില്ലാതായി. ഇവർ ഇസ്രായേലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരുപാട് M16 ഇങ്ങനെ ഇരിപ്പുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു വില തരികയാണെങ്കിൽ ഞാനിതെല്ലാം കൂടെ നിങ്ങൾക്ക് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഈ പറഞ്ഞ അമേരിക്കയുടെ ഓഫറും എല്ലാം വെച്ച് കാര്യങ്ങളൊന്ന് കൂട്ടിക്കുറച്ച് നോക്കിയപ്പോഴത്തേന് അവർക്ക് മനസ്സിലായി ഇവർ ഈ നിർമ്മിക്കാൻ പോകുന്ന ഈ ഒരു ഗലീലിൻ്റെ പൈസ ഉണ്ടെങ്കിൽ 5 M16 അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അത്രയ്ക്കും ചീപ്പറായിട്ടുള്ള റേറ്റിലാണ് അമേരിക്ക ഇതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നത്. അവരേതായാലും ഗലീലിൻ്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചിട്ട് ഈ പറഞ്ഞ M16 തോക്കുകൾ അവരുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ബാറ്റിൽ റൈഫിളായിട്ട് അങ്ങ് മേടിച്ചു. അപ്പോൾ കുഴപ്പമില്ല, ഈ മരുഭൂമിയിലെ പ്രശ്നം കൊണ്ട് ഈ സംഭവം ജാമായി പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ എണ്ണമാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെയല്ല ബലാഷ്നിക്കോവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇതൊരു മരുഭൂമിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് M16 ആക്കിയെടുക്കാനൊക്കെ അവർ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിൻ്റെ ആർമി സ്റ്റാൻഡേർഡ് ഇഷ്യൂ ബാറ്റിൽ റൈഫിളായിട്ട് ഉപയോഗിച്ചത് M16 ആണ്. പിന്നെ ടവർ ബുൾപ്പപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതായി പിന്നെ ഇസ്രായേലിൻ്റെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിൾ. അതുകൊണ്ട് ഇസ്രായേലിന് ഗലീലിനെ അവിടെ ആർമിയിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗലീൽ ഒരു മോശം തോക്കായിട്ട് മാറുന്നില്ല. ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളാണ് ഗലീൽ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ പാരാ കമാൻഡോസ് അല്ലെങ്കിൽ മാർക്കോസ് തുടങ്ങിയ സ്പെഷ്യൽ ഫോഴ്സുകൾ ഇതിൻ്റെ ഈ ഗലീലിൻ്റെ സ്നൈപ്പർ വേരിയൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് 2000 ആണ്ട് കഴിഞ്ഞതോടുകൂടി ഗലീലിൻ്റെ ആദ്യ വേരിയൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇസ്രായേൽ അവസാനിപ്പിച്ചു. പക്ഷേ ഇസ്രായേൽ ഗലീലിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അവർ ഈ ഗലീലിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഗലീൽ എയ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ ഗലീൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഗലീൽ എയ്സ് എന്ന് പറഞ്ഞ സാധനം ഈ ഒറിജിനൽ ഗലീലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു തോക്കാണ്. കാര്യം അതിൽ ഉപയോഗിക്കുന്ന ആക്ഷനും കാര്യങ്ങളും ഒക്കെ AK-47 ആണെങ്കിലും ഇതിൻ്റെ
പുറമെയുള്ള രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ തോക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ അസോൾട്ട് റൈഫിളുമായിട്ടാണ് അതിന് കൂടുതൽ സാദൃശ്യം. അതിൻ്റെ പല ഘടകങ്ങളും, അതിൻ്റെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും, റിസീവറിൻ്റെ പല ഭാഗങ്ങളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് പോളിമർ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ തോക്ക് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു തോക്കാണ്. പിന്നെ AK-47 നമ്മൾ എടുത്തു പറയുന്ന പല ഘടകങ്ങളും, അത് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ചാർജിങ് ഹാൻഡിൽ എടുത്ത് M16 സമാനമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ AK-47 സമാനമായിട്ടുള്ള ഫയർ സെലക്ഷൻ്റെ രൂപമൊക്കെ മാറുന്നുണ്ട്. തന്നെ പോലെ ആക്സസറീസ് ഘടിപ്പിക്കാനുള്ള പിക്കാറ്റിനി റെയിൽസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പുതിയ ഗലീൽ ഏസ് കണ്ടു കഴിഞ്ഞാൽ അതിന് പുതിയ യൂറോപ്യൻ അസോൾട്ട് റൈഫിൾ അല്ലെങ്കിൽ പുതിയൊരു അമേരിക്കൻ അസോൾട്ട് റൈഫിളായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അത് രൂപത്തിൽ മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഗലീൽ ഏസ് പഴയ ഗലീലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അതായത് ഇതിൻ്റെ ഫയറിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു കഴിഞ്ഞാൽ ഗലീൽ തന്നെ വളരെ മികച്ച ഫയറിംഗ് റേറ്റുള്ള ഏതാണ്ട് 650 റൗണ്ട്സ് പെർ മിനിറ്റ്സ് എന്ന റേറ്റിൽ ഫയർ ചെയ്യുന്ന ഒരു മികച്ച തോക്കായിരുന്നു. അതായത് AK-47 മികച്ച ഒരു ഫയറിംഗ് റേറ്റുള്ള തോക്കായിരുന്നു ഗലീൽ. പക്ഷേ ഗലീൽ ഏസിലേക്ക് വന്നപ്പോഴത്തേന് കാര്യങ്ങൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് 850 റൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ള റേറ്റിലാണ് ഗലീൽ ഏസ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ 2008 തൊട്ട് ഗലീൽ ഏസ് പ്രൊഡക്ഷനിലുണ്ട്. ഇസ്രായേലിൻ്റെ ആർമി ഇത് കാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ തായ്ലൻഡ്, വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ, പിന്നെ അമേരിക്കയിലെ പല ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ, ഇവരൊക്കെ ഈ പറഞ്ഞ ഗലീൽ ഏസ് എന്ന് പറയുന്ന അസോൾട്ട് റൈഫിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്രായേൽ നിർമ്മിച്ച AK-47 മികച്ച AK-47 ആയ ഗലീൽ അസോൾട്ട് റൈഫിളിൻ്റെ കഥ. തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് നമ്മുടെ ഐഫോൺ ഗിവ്അവേയുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പം ഈ ഐഫോൺ ഗിവ്അവേയുടെ കാര്യം പറയുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഗിവ്അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ചയുടെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടത്തേ ഇല്ല. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.